ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. രണ്ട് റെഡ് കളറാ രണ്ടുപേരും. ഓ ഞാനേ വിളിക്കാൻ പോയപ്പോ ഞാൻ ഇതിട്ടുണ്ടോ പോയത്, ഇതേ കളർ തന്നെ അവള് ഇട്ടോണ്ട് വരുന്നത്. അതെ ഗൈസ്, അപ്പൊ അനു എത്തിയിട്ടുണ്ട്. അപ്പൊ അവൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് വേണം. എന്തിനാ സാരി ഓണത്തിന് എന്തിനാ സ്പെഷ്യൽ? അമ്മയ്ക്ക് അതിന് ഹാഫ് സാരി കൊടുക്കാൻ പാടില്ലല്ലോ, എളുപ്പമല്ലേ? ഈ സാരി കൊടുക്കാൻ അറിയാത്തവരാണ് ഹാഫ് സാരി എടുത്തോണ്ട് കൊടുക്കണം. നിനക്ക് സാരി കൊടുക്കാൻ അറിയാവോ? അടിപൊളി. അത് അപ്പച്ചിക്കും അറിയത്തില്ല സാരി കൊടുക്കാൻ. അപ്പച്ചി സാരി കൊടുക്കുന്നുണ്ടോ? അയ്യോ, ഇപ്പൊ എന്തിനാ അമ്മക്ക് ഹാഫ് സാരി? അങ്ങോട്ട് പോകുമ്പോഴത്തേനും നോക്കാം കേട്ടോ, ഏതാന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കാം. അപ്പൊ അച്ഛനില്ല. ഇവരെ നിങ്ങൾ എങ്ങനെ പോകും? എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് പറയൂ. നീ എന്തോ ഒരു കൈ കൊണ്ട് ഓടിക്കാന്ന് പറഞ്ഞത്. അതെ, ഞാൻ ഇനി സർജറി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ പോണം. അളിയനും ഇല്ല അച്ഛനും ഇല്ല കേട്ടോ, അപ്പൊ ഞാൻ തന്നെ ഉള്ളൂ. ഈ ബെൽറ്റ് ഒന്ന് ഇട്ടോ. വണ്ടി ഓടിക്കാൻ പോയി. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞോ? നീ പഠിക്കാൻ പോയില്ലേ? സ്കൂട്ടിയിലാണെങ്കിൽ കൊണ്ടുപോവാം. സ്കൂട്ടിയില് എന്നാ നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ ഇരിക്കുന്ന. ഡിഫക്റ്റാ ഫുള്ള്. ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയാടി, കൈയൊക്കെ പിടിച്ച് തിരിച്ചു വെക്കണ്ട ഇടയ്ക്ക്. അതൊരു രസമല്ലേ? ആ പറ്റത്തില്ല, എന്തായാലും ഞാൻ വരും. കണ്ടോ എന്റെ ആ ഒരു സ്നേഹം നിങ്ങൾ കാണാതെ വരുന്നത് കേട്ടോ. എന്താ പറഞ്ഞ പറ. അപ്പച്ചി ലിപ്സ്റ്റിക് ഇട്ടത് അറിയാവുണ്ടോ? പിന്നെ എന്തിനാ ഇടുന്ന? അറിയില്ലമ്മ, ഇട്ടണക്കില്ല. ഞാൻ ഇട്ടില്ലല്ലോ. ഇട്ടല്ലോ അല്ലോ. തെങ്ങ് വെട്ടിയോ അമ്മ? അല്ല തേങ്ങ വെട്ടിയോ? ഇത്രയും തേങ്ങ കിട്ടി കേട്ടോ അമ്മ. ഇത് ഒരു തെങ്ങിന്നുള്ളതാണോ? ഈ ഒരു തെങ്ങിന്നാണ് ഇത്രയും തേങ്ങ? അയ്യോ, ഭയങ്കര ലാഭം. ആണാ? അതിനെ വല്ലതൊക്കെ ഇട്ട് കൊടുക്കണം എന്റെ മൂട്ടി, എന്നാലേ കിട്ടൂ. അതാ വണ്ടിയിൽ എന്തൊക്കെ മാറ്റം ഉള്ളതാണ്. ഒത്തിരി നാള് കൂടിയിട്ട് ഓടിക്കുന്നുണ്ടാവും തോന്നുന്നു. പറ്റൂ? വണ്ടി ഇപ്പൊ പോന്നില്ലേ, അപ്പൊ പറ്റും. കുഴപ്പമൊന്നുമില്ല, പഠിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചൂടെ ഇച്ചിരി? എന്നാ പിന്നെ എനിക്ക് പാടുണ്ടായിരുന്ന. അതെ, ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി ദുഃഖിക്കുന്നു. നീ ഡ്രൈവിംഗിന് പോയില്ലായിരുന്നോ? പിന്നെന്താണ് നിർത്തി? വെയ് അതിന് കാറിനകത്ത് എങ്ങനെ വെയില്? ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ കിടില നോക്കിയല്ലേ. നമസ്കാരം. അപ്പൊ അങ്ങോട്ടാണല്ലേ? ഓക്കെ. ഈ ധാവണിയും മറ്റേയും തമ്മിലുള്ള വ്യത്യാസം എന്തോ? ഓ, ഷോളിന്റെ വ്യത്യാസം ഉള്ളോ? എന്നാ പിന്നെ ധാവണി മേടിച്ചിട്ട് നിനക്ക് അത് വേണ്ടെങ്കിൽ ഷോള് മാറ്റിയാ പോരെ. അപ്പൊ പട്ടെടുപ്പും അവിടെ ഇല്ലേ? ബുദ്ധി ഞാൻ പറഞ്ഞത്. അത് കൊള്ളാം, കാണാൻ രസമുണ്ട്. മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക. ഇത്ര അവിടുന്ന് ഇറങ്ങിയിട്ട് അവക്ക് അവിടുന്ന് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് പറ്റിയത്? അങ്ങോട്ട് പിടിക്കൂ. എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. അതിന്റെ ഹാഫ് മൈൻഡ് അത് വേണോ വേണ്ടോ? അതിന്റെ ഞാൻ പറഞ്ഞില്ലേ കൊള്ളാന്നത്. ഇവിടെ ഹാഫ് മൈൻഡ് ചെയ്യുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. കൊള്ളായിരുന്നു. പോയിട്ട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് എങ്ങും കിട്ടിയില്ലെങ്കിൽ അതെടുത്തോണ്ടോ ഇനി ഒരിടത്തൂടെ പോയി നോക്കാം. ഒന്നുകൂടെ പോയി നോക്കാം. അവിടെ ഇല്ലെങ്കിൽ പിന്നെ തിരിച്ച് ഇതൊന്നും മേടിക്കാം. എന്റെ മണ്ടക്കിട് നോക്കിയ അവള് പറഞ്ഞോ. നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല അവിടെ കൊണ്ട് കൊള്ളാതെ. ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്ത ഷോപ്പിലോട്ട് പോവാം. കൊറേ നേരം കൊണ്ട് നോക്കുക കേട്ടോ. അതെ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഓരോന്നെടുത്തിരുന്ന് പ്രതിമാണൊക്കെ ഇരിക്കുന്നു. ഒത്തിരി നേരമായി. പെണ്ണ ഇത് കൊള്ളാം, പൂവെ കൊണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ഇതോ കൊള്ളാല്ലേ? ഇട്ട് നോക്ക്, ഒരെണ്ണം ഇട്ട് നോക്ക്. സൈസ് എല്ലാം കറക്റ്റ് സെയിം സൈസ് അല്ലേ എല്ലാം? അപ്പൊ ഒരെണ്ണം ഇട്ട് നോക്ക്. നീ സ്ക്രാച്ച് ഉള്ളത് വേണോ? വേണ്ടല്ലോ. അപ്പച്ചിയും കൂടെ ഒരെണ്ണം ഇട്, എന്നിട്ട് രണ്ടോരോട് ഇട്ട് നോക്ക്. വേറെ നോക്ക്. പക്ഷെ ഇതിന്ന് ഇഷ്ടപ്പെട്ടത് എനിക്ക് മറ്റേതാ. എനിക്ക് ഇതും വലുതാ. പക്ഷെ എന്റെ ആ മനസ്സിലുള്ള പട്ടെടുപ്പുമ്പോ അവിടെ കിട്ടുന്നില്ല എനിക്ക്. ആ ഒരു വയർ കാണാത്ത കണക്കത്തെ അതുപോലത്തെ.
ഇപ്പം എന്നാ പിന്നെ ചുരിദാർ മേടിച്ചാ പോരെ, ഇത്ര കഷ്ടപ്പെടട്ടല്ലോ. അവൾ ആ സൈസ് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിട്ട് ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കും. അങ്ങനെ കൊണ്ടോ? അങ്ങനെ കൈയൊക്കെ പൊക്കി. ആ അമ്മ ഇത് കൊള്ളാമ്മ, ഇത് നല്ല രസമുണ്ട്, കൊള്ളാം. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട എടുത്താൽ മതി. കൊള്ളാവോ? അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ എന്നാലും കൊള്ളാം, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ട എടുത്താൽ അല്ലേ വേറെ നോക്കിയോ? ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്ക് നോക്കുന്ന പട്ടുടുപ്പ് പാടെ അങ്ങനെ അങ്ങനൊന്നും ഇല്ല, പ്രായത്തിന് അങ്ങനൊന്നും ഇല്ല. അമ്മയ്ക്ക് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ കൊച്ചിലിട്ടിട്ടുണ്ടോ? അമ്മ ഇട്. അമ്മ ഇപ്രാവശ്യം എടുക്ക് പട്ടുടുപ്പ് പാടെ, അമ്മയ്ക്ക് എടുക്ക്. ഞാൻ അമ്മ ഇതുവരെ പട്ടുടുപ്പ് പാടെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. നോക്കുന്ന അത് വലുതായിരിക്കും, പക്ഷെ അത് ചെറുതായിരിക്കും. നോക്കുന്ന ഇഷ്ടമുണ്ടോ? ഇടണമെന്നുണ്ടോ? ഉണ്ട്. അമ്മ നോക്കിയമ്മ, ഇവിടെ കണ്ണിയുണ്ട്, അത് വേണോ? ഞാൻ പറയാം. ഈ അമ്മയുടെ സൈസ് ഏതാ? അമ്മേന്റെ ഒക്കെ സൈസിൽ പട്ടെടുപ്പും പാവട അവിടെ. അപ്പച്ചിക്ക് ഒരു പട്ടെടുപ്പും പാവട മേടിക്കട്ടെ. നിന്റെ അഭിപ്രായം എന്താ? മേടിക്കട്ടെ. അപ്പൊ ഇനി അപ്പച്ചിക്ക് പോകാം പട്ടെടുപ്പ് പാവട. അമ്മേന്റെ ഒക്കെ സൈസിൽ കാണോ പട്ടെടുപ്പ് പാവട? എടുക്കാം. അതിനെന്താ, എനിക്കൊരാഗ്രഹം. ഏതാ സൈസ്? എക്സൽ. ഓക്കെ ഓക്കെ, നോക്കിയോ അമ്മ? ആ ഗ്രീൻ എടുത്ത്, ആ ഗ്രീൻ. ആ അതെ അത് അല്ല, ഇപ്പുറത്ത് ഇങ്ങനെ. അതെ അത് അതിലൊന്നുമില്ല. എന്ത് അതല്ലേ ഞാൻ പറഞ്ഞു, സൈസ് കറക്റ്റാണോ എടുക്കുക. എനിക്കൊരാഗ്രഹം അപ്പൊ അങ്ങനെ ഒന്ന് കാണാൻ. എല്ലാരും ഞെട്ടാ റെഡി ആയിക്കോ. ഞെട്ടോ? ചിലപ്പോഴും നല്ലായിരിക്കും. ആ ബാ ചിരിക്കണേ എന്തിന്? തൊറ എന്തുവാ നാണം വരുന്ന? തൊറ ഇങ്ങോട്ട്. ആ രസമുണ്ടമ്മ. അയ്യോ നല്ല ഭംഗിയമ്മ, കള്ള. അമ്മ കൊള്ളാമ്മ, കറക്റ്റ് സൈസ്. അമ്മ എടുക്കൂല ഗൈസ്. എന്നാലും ഒത്തിരി റേറ്റ് ഒന്നും ആയില്ല. എനിക്കൊന്നും അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ? ഇല്ലാത്തോണ്ട് അവൾക്ക് ഒരുമാതിരി. അതുപോലെ ആ കളറ് അവൾക്ക് ദാവണി വരുന്നത്, അത് ഭയങ്കര കളറൊന്നും. അമ്മയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എടുത്തുകൂടായിരുന്നാ? അമ്മക്ക് ഇട്ടിട്ടൊക്കെ ചിരിയാ. അയ്യോ കേട്ടാ അപ്പൊ അത് കൊള്ളത്തില്ലായിരുന്നമ്മ. കണ്ടോ? ഇനി അമ്മാമ്മക്ക് ചായ കുടിക്കണം. അമ്മാമ്മ കൊറേ നേരം കൊണ്ട് പറയുന്നത് എൻ്റെ അടുത്ത്, നമുക്ക് ചായ കുടിക്കണ്ടേ. നമ്മുടെ വണ്ടി ഇത്. രണ്ടും ഒരേ പോലത്തെ. ആ ഇവന്റെ വണ്ടി കഴിവിട്ടെ, നമുക്ക് ഇതിൽ പോവാം. നീ എന്തി പറഞ്ഞെങ്ങനെയാ? അമ്മ ഇന്നാൾക്ക് പറഞ്ഞത് എന്നെ പറ്റി. അപ്പൊ നീ ഇതും ചിരിച്ചില്ലായിരുന്നു അവിടെ? അപ്പൊ അതാ യുവതിയോ? ഇതേത് അച്ചടി ഭാഷ? നീ മലയാളമാണോ? മലയാളം അല്ലേ? അതല്ല, ഹിന്ദി ഓർ മലയാളത്തില്? മലയാളം. ആ ലെഗ് പീസ് എനിക്ക്, മറ്റേ ലെഗ് പീസും എനിക്ക്. അല്ലെ ചുമ്മാ പറഞ്ഞതാ. നീ എടുത്തോ. നല്ല ചൂടാ. ചൂടുണ്ട്. ചൂട് കേട്ടോ. കഴിച്ചിട്ട് വരാമേ. ഇത്രയുണ്ട്. ഇതെല്ലാം കൂടെ കഴിക്കാൻ തോന്നുന്നില്ല. ബാക്കി നമുക്ക് പോഞ്ഞെടുക്കാം. അച്ചാച്ച വന്നേട്ടോ. ഓ എന്തൊക്കെ മേടിച്ചോണ്ട് വന്നല്ലേ? എന്തരാണ് കാര്യമായിട്ട്? മുട്ട കാണാൻ വന്ന കേട്ടോ ചേച്ചേ. ബാ കേറി വരി. ഷേവൊക്കെ ചെയ്തോ? കുട്ടപ്പനായിട്ട് വന്നേക്കുവാ. ഇന്ന് രാവിലെ ഇറങ്ങിയെന്നാണല്ലോ അറിഞ്ഞ നമ്മള് അവിടുന്ന്. 3 മണിക്കാന്നാ? എന്തൊരു മുട്ട? വെള്ളമുട്ട അങ്ങോട്ട് വെച്ചാണ്. മുട്ട ഇവിടുന്ന് മേടിക്കായിരുന്നല്ലേ? ഇനി അങ്ങന്ന് മേടിച്ചോണ്ട് വരണമായിരുന്നോ?
ഓ ഏത്തപ്പഴവും മുട്ടയൊക്കെ ആയിട്ട് വന്നേ അച്ചാച്ചൻ. അയ്യോ പല സൈസ് മുട്ട. മുടിയൊക്കെ വെട്ടി കേട്ടോ, അതെ സ്പൈക്ക് തല കേട്ടോ മുടി അങ്ങനെ പൊക്കി വെച്ചേക്കാണ്. ആ എല്ലാരും ചോദിക്കോ കാണുമ്പോ? എന്തായിരുന്നു അപ്പ അച്ചാച്ചൻ എന്തായിരുന്നു പറയും? ആ പറയൂ കാര്യം. പറഞ്ഞിട്ടില്ല, ഓരോരുത്തർ നമ്പർ കൊടുത്താൽ നോക്കാം. ആ കൊച്ചു വരുമ്പോൾ വിളിക്കണേ, കാണണം. നമ്പർ കൊടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അയ്യോ അച്ചാച്ചന്റെ സന്തോഷം. എടാ ഞാനല്ല തേക്കുന്ന, അവളാ. ഇത് പീൽ ചെയ്ത് കളയുന്നതാ. ഇത് ആരെടുത്ത് തന്ന്? അപ്പച്ചിയെ. നിങ്ങൾക്ക് ഒക്കാത്തതിനെ കൊണ്ട് ആ പെണ്ണെ കൊണ്ട് എല്ലാം തേക്കിക്കുമല്ലേ? ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? ഓ അയ്യോ വേണ്ട, മൊത്തം കുണവായിട്ടിരിക്കുക. വേണ്ട, കുഴപ്പമില്ല, നമുക്ക് ഉള്ള കുണോ മതി. അച്ഛൻ എന്ത് ചെയ്യും? എന്റെ കുണോ എന്ത് ചെയ്യും? അച്ഛാ, അച്ചോയ്. ഓയ്യോ എന്റെ അമ്മു, എന്റെ അമ്മു എന്തരാ ഇത്? ഇതെന്തായി നടക്കുന്നേ? ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല?